നമസ്കാരം. ബസ്സിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്ന പേരിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വദേശി ദീപക് എന്നൊരാൾ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ചിത്രീകരിക്കപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് ഈ ആത്മഹത്യ. രാവിലെ മുതൽ ഫോണും പൊക്കി കണ്ടന്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമായിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നോ? അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ. സത്യമറിയാതെ വാർത്തകളെ വളച്ചൊടിക്കുന്നവർ അറിയണം, നിങ്ങൾ തകർത്തെറിഞ്ഞത് ഒരു മനുഷ്യന്റെയും ഒരു കുടുംബത്തിന്റെയും സ്വപ്നങ്ങളെയാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് വ്രണമേറ്റപ്പോൾ തന്നെ തന്റെ കുടുംബവും തന്റെ കൂട്ടുകാരും സമൂഹവും പഴിക്കുമല്ലോ പരിഹസിക്കുമല്ലോ എന്നുള്ള ആകുലതയാണ് ഈ ആത്മഹത്യക്ക് കാരണം. സോഷ്യൽ മീഡിയയിൽ റീച്ചും വ്യൂസും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് തന്റെ കഴിവുകൊണ്ട് ബുദ്ധി കൊണ്ടുമായിരിക്കണം വ്യൂസ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ പാവപ്പെട്ട ആണുങ്ങളുടെ മേൽ കുതിര കയറിയിട്ടാവരുത്. ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പുഞ്ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാൻ പെൺകുട്ടിക്ക് കഴിയുക. ഒരു വീഡിയോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പകുതി ധൈര്യം എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിക്കാൻ ഈ പെൺകുട്ടി കാണിച്ചില്ല? നീതി വേണ്ടത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും വേണം. ഇനിയെങ്കിലും ഓർക്കുക, നമുക്ക് നേരെ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ എടുക്കാം. അതൊരു തെളിവിന് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിതവും മുച്ചൂടും മുടിച്ചിട്ടാവരുത്.